ഇപ്പോൾ ചെന്താമരയെ കണ്ടു എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുകയാണ്. മുബഷീർ അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ പോലീസ് തിരച്ചിൽ നടത്തുന്നത്? ചെന്താമര പോത്തുണ്ടിയിൽ എവിടെയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്? പോത്തുണ്ടി പ്രദേശത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ചെന്താമരയെ കണ്ടതായി ചെന്താമര ചാടി വീഴുന്നത് ഉടനെ തന്നെ കുട്ടികളെ കണ്ട ചെന്താമര തൊട്ടപ്പുറത്തേക്ക് ഓടിമറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഈ ഒരു മേഖലയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ആഴത്തിലുള്ള പരിശോധന തന്നെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇത് വനപ്രദേശം തന്നെയാണ്. നമുക്കറിയാം, തൊട്ടപ്പുറത്ത് നെല്ലിയാമ്പതി വനമേഖലകളൊക്കെ തന്നെയുണ്ട്. ആ പ്രദേശത്തോട് ചേർന്നിട്ടുള്ള ഒരു വനമേഖല തന്നെയാണിത്. തൊട്ടപ്പുറത്താണ് വിദ്യാർത്ഥികൾ കളിച്ചുകൊണ്ടിരുന്ന മട്ടായി മേഖല എന്ന് പറയുന്നത്. അവിടെ ആ പാറക്കെട്ടുകൾക്കിടയിൽ താഴ്ഭാഗത്ത് ഇവർ കളിച്ചിരുന്നത്. അതിനിടയിലേക്കാണ് ചെന്താമര വന്നത് എന്നുള്ളതാണ് കുട്ടികൾ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. ആ കുട്ടി തന്നെ അത് വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട്. വൈകിട്ടോടുകൂടി അവരുടെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഈ കേസിൽ ആ ഒരു മേഖലയിലേക്ക് പറയുന്നത്. ആ കുട്ടികളുടെ പ്രതികരണം ഒന്ന് കൊടുക്കട്ടെ മുബഷീർ. ഇപ്പോൾ കണ്ടു, ചെന്താമരയെ കണ്ടു എന്ന് പറഞ്ഞ കുട്ടികളുടെ പ്രതികരണം. വേറൊരു സാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആള് പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ഈ ഫ്ലാഷ് ഉള്ളത് കൊണ്ട് ലോങ്ങിൽ ആളെ കണ്ടില്ല. എങ്ങോട്ട് ഓടിയ അത് ഈ തൊടിന്റെ നേരിട്ട് ഓടിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ ആളെ കാണാനില്ല. അയാളുടെ ആയുധം തരുട്ടോ? അതൊന്നും കണ്ടില്ല സാർ. ഈ ഫ്ലാഷ് വെച്ചിട്ട് അത്ര ലോങ്ങിൽ കാണുന്നില്ല. ചെന്താമരനെയാണോ? രാത്രി കൊണ്ട് കണ്ടില്ല സാറേ. നിങ്ങളെ കണ്ടപ്പോൾ ഓടി പറഞ്ഞു? അവിടെ ആറുമേല് ഒറ്റക്കായിരുന്നു. സാധ്യത അങ്ങനെ പോയിണ്ടാവില്ല ഇത്ര നേരം കൊണ്ട്. അപ്പോഴേക്കും സൗണ്ട് ആയിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി വന്നു. ശരി, അവിടെ കളിക്കുന്നതിനിടയിലാണ് ഈ കുട്ടികൾ കണ്ടിരിക്കുന്നത്. മുബഷീറിലേക്ക് വീണ്ടും. മുബഷീർ, ഇപ്പോൾ പോത്തുണ്ടിയിലെ ഒരു കാട് പ്രദേശമാണ്, കാട് പിടിച്ച മേഖലയാണ്. അവിടെ ഇപ്പോൾ നാട്ടുകാരും പോലീസിനൊപ്പം തിരച്ചിലിന് ചേർന്നിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇയാൾ എവിടെ നിന്ന് ചാടി എന്നാണ് പറയുന്നത്? അത്ര വ്യക്തമല്ല പറയുന്നത് കുട്ടികൾ. അതായത് സ്മൃതി, 2 കൊലപാതകങ്ങൾക്ക് ശേഷം മുങ്ങിയിട്ടുള്ള ചെന്താമര ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള വിവരം പോലീസും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അല്പസമയം മുമ്പ് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരനോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം അവിടെ താഴ്ഭാഗത്തുണ്ട്, തെരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ CCTV-യിൽ ഈ പ്രതി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു മേഖലയിലുള്ള ഒരു CCTV-യിലൂടെ കണ്ടിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ചെന്താമരയാണെന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഈ മാട്ടായി വനമേഖലയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ എവിടെയോ അയാൾ ഒളിഞ്ഞ് ഇരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസും മനസ്സിലാക്കുന്നത്. ഈ വനപ്രദേശത്തെക്കുറിച്ച്, കാടുകളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തി കൂടിയാണ് ചെന്താമര. കഴിഞ്ഞ തവണ ആദ്യ കൊലയ്ക്ക് ശേഷം അരക്കമലയിലാണ് ഇയാൾ ഒളിച്ചിരുന്നത്.